ശരിക്കും അന്ത്യകാലം വളരെ അടുത്ത് വന്നിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇത് നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞു തുടങ്ങിയതല്ലല്ലോ, ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് 2000 വർഷം കഴിഞ്ഞിട്ടും ഇനിയും കർത്താവ് വരുന്നില്ല, ഇനി വരുമോ, വന്നാൽ നമ്മൾ പോകുമോ? ഇത് രണ്ട് കാര്യങ്ങളുടെ മേലിൽ വലിയൊരു ചോദ്യമുണ്ട്. വരുമോ എന്നുള്ള ചോദ്യം അത് ബേസിക് തലത്തിൽ അവിശ്വാസത്തിലിരിക്കുന്നവർക്ക് തോന്നുന്ന ചോദ്യമാണ്, വരുമോ എന്നുള്ളത്. എന്നാൽ ഇടയ്ക്ക് വിശ്വാസികൾക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എന്നാൽ ഞാൻ പോകുമോ എന്നുള്ളത് കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ഒരു പെന്തക്കോസ്ത് സഭയിൽ ചോദിക്കാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മൾ മറ്റ് സഭകളിൽ നിന്നെല്ലാം വേറിട്ട് വന്നത്, മതങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് വന്നത് പോകും എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഓടുന്നതിനും അധ്വാനിക്കുന്നതിനൊന്നും ഒരർത്ഥമില്ലാതായി പോകും അല്ലേ? നമ്മൾ നാട് വിട്ട്, നാമതയെ കൂട്ടം വിട്ട്, നാടും വീടും വിട്ട് യാത്ര ചെയ്യുന്നവര് സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പില്ല എങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ആകാശത്തെ നോക്കി മുഷ്ടിയുദ്ധം ചെയ്യുന്ന പോലെ ആയി പോകും. കാരണം വളരെ വളരെ നേർത്ത ഒരു ബയോസ്ഫിയർ, അതായത് നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന വളരെ നേർത്ത ചില ഫാക്ടേഴ്സിലാണ്. ഏത് സമയത്തും നമുക്ക് ഈ ജീവൻ എന്ന ബബിള്, ഇവിടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന ബബിൾ ഇല്ലാതാകാം. അപ്പോൾ അതിനപ്പുറത്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു നിശ്ചയം പ്രാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ അന്ത്യകാലത്ത് വെളിപ്പെടാനിരുന്ന രക്ഷയെ ഉറ്റുനോക്കുവാൻ, അതിൽ കോൺഫിഡൻസോട് കൂടി നോക്കുവാൻ, ഇപ്പൊ കർത്താവ് വരണമെന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ കോൺഫിഡൻസോടെ നോക്കാൻ പറ്റണം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം വളരെ ദുഷ്ടനായ ഒരു അപ്പൻ ജോലിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാൻ നേരത്ത് തല്ലുവോ കൊല്ലുവോ എന്നൊന്നും അറിയാമെങ്കിൽ കുഞ്ഞുങ്ങൾ കാത്തിരിക്കുമോ വരാൻ വേണ്ടി? ഇല്ല. അരമണിക്കൂറുടെ താമസിച്ച് അപ്പം വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമായിരിക്കും. പക്ഷേ ഭയങ്കര സ്നേഹമുള്ള ഒരു അപ്പനാണ് വന്ന ഉടനെ ഗിഫ്റ്റുമായിട്ടൊക്കെ വരുന്നെങ്കിലും ഇവരിങ്ങനെ നോക്കി. അപ്പൊ നമുക്ക് കർത്താവ് വന്ന് നമുക്ക് ഗിഫ്റ്റ് തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിരിക്കും. കർത്താവ് വന്ന് നമ്മളെ പിടിച്ച് നരകത്തിലിടാനാ വരുന്നെന്ന് ഞാൻ ചിന്തിച്ചാൽ, അയ്യോ കർത്താവ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് റെഡി ആവട്ടെ, അയ്യോ ഇപ്പൊ പറ്റത്തില്ല, വരല്ലേ എന്ന് പറയുള്ളൂ. അതാണ് സത്യം. പിന്നെ പോകുമോ എന്ന് ഉറപ്പില്ലാത്തവർ വാ കർത്താവ് എന്ന് വിളിക്കുന്നതിനകത്തൊരു ഒരു കള്ളത്തരമുണ്ട്. പോകുമോ എന്ന് ഉറപ്പില്ലാത്തവർ കർത്താവെ പെട്ടെന്ന് വരണേ എന്ന് പറയുന്നതിനകത്ത് എന്തോ ഒരു ഊടായ്പുണ്ട്, നമ്മുടെ നാട്ടിൻ ഭാഷയിൽ പറഞ്ഞ. കാരണം അതിനകത്ത് മീനിങ് ഇല്ല, അർത്ഥമില്ല. കാരണം കർത്താവ് ഒന്ന് ഇപ്പുറത്തുള്ളവനെ കൊണ്ടിട്ട് എന്നെ കൊണ്ടുപോകാതിരുന്ന പിന്നെ ഞാൻ കിടന്ന് ബഹളം വെച്ചൊക്കെ വെറുതെ ആവത്തില്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? ആമയും കർത്താവേ എന്ന് വരുമ്പം പാസ്റ്റർ എങ്ങാനും ഇതിന്റെ അവസാനം പറഞ്ഞാൽ വേഗം വരണേന്നൊക്കെ നിങ്ങൾ പറയുന്നതിന് മുൻപ് പോകുമെന്നുള്ള ഉറപ്പ് പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ വരാൻ പറയരുത്. നിങ്ങളെങ്ങാനും പ്രാർത്ഥിച്ചിട്ട് കർത്താവ് വന്നു പോയാ നിങ്ങൾ പോയില്ലെങ്കിൽ ആകെ പ്രശ്നമല്ലേ? അപ്പൊ നമുക്ക് ആഗ്രഹമില്ലാത്ത ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ച് മേടിക്കരുത് അല്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി, കർത്താവേ അടുത്ത കാലത്തെങ്കിലും ഞാൻ ചാവല്ലേ, അടുത്ത കാലത്തെങ്കിലും നീ വരല്ലേ, എന്റെ കാര്യം വളരെ പ്രശ്നത്തിലാണ് എന്നാണ് ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയാണോ നിങ്ങൾ മനസ്സിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്നത്? എന്തോ പ്രാർത്ഥിക്കുന്നു? സഭ പൊതുവെ ഇപ്പൊ അതാ പ്രാർത്ഥിക്കുന്നു, കർത്താവ് പെട്ടെന്ന് വരല്ലേ എന്ന്. പരസ്യമായിട്ട് പറയാറില്ലെന്ന്, രഹസ്യമായിട്ട് അവർ അങ്ങനെ തന്നെയാ പ്രാർത്ഥിക്കുന്നത്. കാരണം കർത്താവ് വന്നാൽ പോകുന്നുള്ള വിശ്വാസം ഇവിടെ 28 ക്യാമറയുണ്ട്, അതിൽ എത്ര പേർക്കുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം പേർക്കൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതാ ഇന്നത്തെ റിയാലിറ്റി. വിശ്വാസികളാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ സ്വർഗത്തിൽ പോകുന്ന ചോദിച്ചാൽ പിന്നെ എന്താ വിശ്വസിക്കുന്നത്? അവിടെയാണ് ആധുനിക പെന്തക്കോസ്ത് നമുക്കൊരു ഉത്തരം തരുന്നത്. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം, അതൊക്കെയാണ് നമ്മുടെ വിശ്വാസം. സ്വർഗത്തിൽ പോകുന്നുള്ള വിശ്വാസം നമ്മുടെ ഒരു തലമുറ മുമ്പായിരുന്നു. അവർക്ക് സ്വർഗത്തിൽ പോകുന്ന ഭയങ്കര വിശ്വാസമായിരുന്നു. പ്രത്യാശയുടെ പാട്ടുകളൊക്കെ എഴുതി പാടി എപ്പോഴും പ്രത്യാശ ഗാനങ്ങൾ പാടുക. ഇപ്പൊ സ്വർഗത്തിൽ പോകുന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു പാട്ട് പാടാൻ പറ്റത്തില്ല. ഞാൻ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തമാണ്, മെഷീനൊന്നുമല്ല, ഒരു ഒബ്സർവേഷൻ. അത് 94 ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇന്നേ വരെ ഒരൊറ്റ പ്രത്യാശ ഗാനം പോലും സഭകളിൽ എഴുതി പാടപ്പെട്ടിട്ടില്ല എന്ന്.
അതായത് 10-28 വർഷമാകുമ്പോൾ ഒറ്റ പ്രത്യാശഗാനം പോലും ഈ കാലഘട്ടങ്ങളിൽ ആരും എഴുതിയിട്ടില്ല. പേടിയാ ശരിക്കും. സമയമണ്ഡലത്തിൽ നിന്നൊക്കെ പാടാൻ തന്നെ പേടിയാ. നമ്മൾ പ്രത്യാശയുടെ ഗാനം പാടുമ്പോൾ ആരെങ്കിലും മരിച്ചോന്ന് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം അതുപോലെ ഈ പ്രത്യാശ എന്നുള്ളത് ഒരു പാട്ടല്ല, എല്ലാ പാട്ടും. മന്മയമാമിയുലകിൽ കാൺമതുമായ അത് പാടിയാൽ പോലും പെട്ടെന്ന് ആൾക്കാർ ആരെങ്കിലും മരിച്ചോ. ഈ മരിക്കുന്ന സമയത്തുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ സ്വർഗത്തിൽ പോയി എന്നുള്ളത് നമുക്ക് ഉറപ്പാ. ശ്രദ്ധിച്ചിട്ടുണ്ടത്? ഇപ്പൊ ഞാനങ്ങ് മരിച്ചു എന്ന് വിചാരിച്ചു ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾ പറയാം കർത്താവിൻ നിദ്ര പ്രാവശ്യം കർത്താവിന്റെ അടുത്തേക്ക് പോയി എന്ന് പറയും അല്ലേ? എന്ത് ഗ്യാരണ്ടി ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ല. അപ്പൊ മരിച്ചു കഴിയുമ്പോൾ എവിടുന്നോ ഒരു ഗ്യാരണ്ടി നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഈ ഗ്യാരണ്ടി ഇങ്ങനെ വരും. ആ സമയത്ത് പ്രത്യാശ ഗാനങ്ങൾ പാടും. അതെ, ശരിയല്ല? ഇതിനകത്തെല്ലാം എന്തോ ഒരു തട്ടിപ്പില്ലേ? നിങ്ങൾക്ക് തട്ടിപ്പ് മനസ്സിലാകുന്നില്ല? അതായത് ഈ വിശ്വാസത്തിനകത്ത് എല്ലാം ഒരു അപൂർണതയുണ്ട്. നമ്മൾ പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയല്ല. ഇവരാരെങ്കിലും സ്വർഗത്തിൽ പോയോന്ന് നമുക്ക് ഒരു ഉറപ്പൊന്നുമില്ല. എത്രയോ കാര്യങ്ങളിൽ അവർ ക്രമപ്പെടാതെയാ പോകുന്നത്. അപ്പൊ പിന്നെ അവർ സ്വർഗത്തിൽ പോവോ? ഞാൻ ആദ്യം നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കട്ടെ, പിന്നെ പണിയാം. നിങ്ങൾ ഇപ്പൊ തട്ടിപ്പോയാലും എത്രയോ പ്രശ്നങ്ങൾ കർത്താവായിട്ട് സെറ്റിൽ ചെയ്യാനുണ്ടെന്നറിയോ? പലരെ കുറിച്ചും ചിന്തിച്ചു പോയ വാക്ക്, നോട്ടം ആകെ ഇംപെർഫെക്റ്റ് ആയിരുന്നു. അപ്പൊ ഏത് സമയത്തും കർത്താവ് വന്നാലും നമുക്ക് സെറ്റിൽ ചെയ്യാൻ കുറെ കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഈ കത്തോലിക്കരുടെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നെത്തി. അടുത്താണ് ഭയങ്കര രസം. കേട്ടു നടുങ്ങി മനമിടറി ഭീതി വളർന്ന് കേട്ടു നടുങ്ങി സ്വരമിടറി മിഴിനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. അടുത്തതാണ് അതിന്റെ ബോംബ്. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ, എന്റെ കാര്യം പോക്കായി, നാഥാ നീ താൻ അവലംബം എന്ന് പറഞ്ഞ് ഇനി പോയി ബസ് പൊറുക്കാനെ പോയി ഇടി അടിയും കൊണ്ട് എങ്ങനെയും അപ്പുറത്ത് കിടക്കണം. ഈ ജീവിതം കൊണ്ടൊന്നും ആയില്ല. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല. അതാണ്. ഏത് സമയത്തും കാറ്റ് പോവാം, തീർന്നു പോവാം, അപ്പുറത്തോട്ട് പോകുന്നുള്ള ഗ്യാരണ്ടി ഇല്ലെങ്കിൽ ഇങ്ങനെ പാടുന്നതാണ് ഓണസ്റ്റ്. കാരണം ഏത് സമയത്ത് നമ്മൾ മരിച്ചാലും നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. കാരണം എന്തെങ്കിലും ബാക്കി കാണും. ഇത്രയും കേട്ടതിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വർഗത്തിൽ പോകുന്നുള്ള വിശ്വാസം പോയി? പോയെങ്കിൽ നമുക്ക് തുടങ്ങാം, പണിയാൻ തുടങ്ങാം. ഓക്കെ? കാരണം പ്രത്യാശ ഇല്ലാതെ ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ ആഹാരം കഴിക്കരുത്. ഉപവാസമാണല്ലോ. എന്നാ വെള്ളം കുടിക്കരുത്. അല്ല വേണ്ട, ചായ കുടിക്കരുത്. ഈ പ്രത്യാശ ഇല്ലാതെ ഇന്ന് ഉപവാസത്തിനുള്ള സ്പെഷ്യൽ മധുരം കൂട്ടിയ ഹോർലിക്സ് ഇട്ട ചായ കുടിക്കരുത്. ഓക്കെ? തമാശ പറഞ്ഞു. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ പോകില്ല എങ്കിൽ വിശ്വാസികളല്ല. അതിന്റെ കാരണം എന്താണെന്നറിയാം? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഇനി ഈ ആശയെക്കുറിച്ച് പറയുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് നിങ്ങളെ വിളിച്ച വിളിയാലുള്ള ആശ. 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. 4:4 നിങ്ങളെ വിളിച്ചപ്പോൾ അവൻ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ. അപ്പൊ വിളിക്കകത്ത് തന്നെ എന്തുണ്ട്? ഒരാശയുണ്ട്. ഒരാശയം മാത്രമല്ല ഉള്ളത്, ഒരാശയമുണ്ട്. ആ വിളി ഒരാശ തന്നിട്ടുള്ള ഒരു വിളിയായിരുന്നു. എന്തായിരുന്നു ആശ? ആ ആശ എന്താണ്? ആ ആശ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതാ സുവിശേഷം കേട്ടോ. 1994 ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഈ കഥ ഈ അടുത്തിടെ ഒത്തിരി അടുത്ത് പറഞ്ഞു.
നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും. ഒരു ദിവസം ഞാൻ ചായക്കടയിൽ കടി ഏത്തക്കാപ്പം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. 94 ഞാനന്ന് കോട്ടയം CMS കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ആ സമയത്ത് ഒരു മനുഷ്യൻ എൻ്റെ എതിരെ വന്നിരുന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ്? ഈ ചോദ്യം ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അടുത്ത ചോദ്യം, ഇപ്പോൾ കർത്താവ് വന്നാൽ നിങ്ങൾ അവന്റെ കൂടെ പോകുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, സാധ്യത വളരെ കുറവാണ്, ഉറപ്പില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്താ പറഞ്ഞേ? സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. 1994 ഞാൻ കേട്ട സുവിശേഷമാണ്. അപ്പോ എന്നോട് ചോദിച്ചു, എവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടു? ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോ എവിടെ നിന്ന്? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ? അറിയില്ല. പിന്നെ എന്താ രക്ഷിക്കപ്പെട്ടു എന്നാ പറയുന്നത്? എവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്നാ പറയുന്നത്? യാക്കോബ് പള്ളിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ കർത്താവിന്റെ വിളി നമ്മൾ വിശ്വാസത്താൽ സ്വീകരിച്ചാൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് നിത്യതയാണ്. പക്ഷെ ഉറപ്പ് എങ്ങനെ ലഭിക്കും? എങ്ങനെയാണ് നമ്മൾ പ്രത്യാശയുള്ളവരായി മാറുന്നത്? ഈ പ്രസംഗം കഴിയുമ്പം നിങ്ങൾ എല്ലാവരും ഹൃദയം കൊണ്ട്, ഇവിടെ ഗായകസംഘം പാടിയിലും കുഴപ്പമില്ല, ഹൃദയം കൊണ്ടൊരു പ്രത്യാശാഗാനം ആത്മാർത്ഥമായിട്ട് പാടണം. എക്സാമ്പിൾ, രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ. ഓക്കെ, എഴുന്നള്ളാറായി, യുഗമായി കൂടെ വാഴാൻ. അപ്പൊ ഈ പ്രത്യാശയോടെ പാടണം, ഞാൻ പോകും. ആ ഉറപ്പ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ ശരിക്കും ഭയങ്കര പവർഫുൾ ആയിട്ടായിരിക്കും ജീവിക്കുന്നത്. ഉറപ്പില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ബലഹീനരായിരിക്കും. എങ്ങനെയാണ് നമ്മളെ പോലെ ഗുണമില്ലാത്തവർക്ക് എപ്പോ ശോധന ചെയ്താലും പൊട്ടി തകർന്നിരിക്കുന്ന, നമ്മളെ തന്നെ നോക്കുമ്പോൾ നമുക്കിട്ട് തന്നെ തല്ലാൻ തോന്നുന്ന നമ്മുടെ സ്വഭാവം കൊണ്ട് എങ്ങനെയാണ് ഈ പ്രത്യാശയുടെ നല്ല സ്വീകാരം നമ്മൾ മുറുകെ പിടിക്കുന്നത്? ഇതൊരു വലിയ കഥയാണ് സഹോദരങ്ങളെ. ദൈവം നമ്മളെ രക്ഷിച്ച് നിത്യതയിൽ കൊണ്ടുപോകുന്ന ഒരു അത്ഭുത കഥ, സുവിശേഷം. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾ നാളെ ആളുകൾക്ക് വിശ്വാസത്തിൽ അവർ ഉറപ്പിക്കുവാൻ ധൈര്യമുള്ളവരാകേണ്ടതിനും കൂടെ വേണ്ടിയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആശ, ഞാൻ ഒരു ചെറിയ സ്റ്റോറിയുടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. 2013 ഞാനൊരു എറണാകുളത്തുള്ള ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളെ ദേശത്ത് മാനിക്കും, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം വരും, നിങ്ങളുടെ കടഭാരങ്ങൾ മാറ്റും, നിങ്ങളുടെ ഇങ്ങനെ നിങ്ങളുടെ അനുഗ്രഹ വിഷയമാക്കി മാറ്റും. 100% വിശ്വാസമുള്ളവരെന്ന് കൈവക്കാൻ. നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? എല്ലാവരും കൈവക്കി. കാരണം പ്രവാചകന്മാർ ആഫ്റ്റർ പ്രവാചകന്മാർ, പാസ്റ്റർമാർ ആഫ്റ്റർ പാസ്റ്റർമാർ വന്ന് ഉറപ്പിച്ച് കൊടുത്ത വിശ്വാസം അതവർ ഒരിക്കലും മറക്കത്തില്ല. കാരണം ഒരു പ്രാവശ്യത്തിൽ വിശ്വാസം മങ്ങിയാൽ ഉപവാസ പ്രാർത്ഥനയിൽ ഏതെങ്കിലും ഒരു ഉപദേശം എന്ന് പറയും, ഇത്രയും നാളും നടക്കാതിരുന്ന അത്ഭുതങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇപ്പോൾ നടത്താൻ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം പോയ വിശ്വാസം എല്ലാം തിരിച്ചു വരും. വീണ്ടും നമ്മൾ ഉറപ്പിച്ചെടുത്ത് ഇങ്ങനെ കട്ടിയായിട്ട് നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു ഫെയ്ത്ത്. അത് എല്ലാവരും കൈപ്പൊക്കേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവനെ അവിശ്വാസി എന്ന് വിളിക്കുമെന്ന് അറിയാം. ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുന്നയാള് അത് പൊക്കിപ്പിക്കും. അടുത്ത ഒരു ചോദ്യം ഞാൻ ചോദിച്ചു. ഇപ്പോൾ സമയം ഇന്ത്യൻ ടൈം 12:55. 12:58 വേണ്ട, 1 മണിക്ക് കർത്താവ് വന്ന്, അവിടെ സംസാരിച്ചപ്പോൾ രാത്രിയായിരുന്നു, ഞാൻ ആ സമയം നോക്കുന്നു. 1 മണിക്ക് കർത്താവ് വന്നാൽ ഞാൻ ഉറപ്പായിട്ട് അവന്റെ കൂടെ പോകും എന്ന് വിശ്വാസമുള്ളവരെന്ന് കൈവക്കാൻ പറ്റും. ഒരൊറ്റയാൾ എൻ്റെ ഫ്രണ്ടിൽ കൈവക്കിയില്ല. ഞാൻ പുറകോട്ട് നോക്കി, 3 പാസ്റ്റർമാരോട് ഇരിപ്പുണ്ടായിരുന്നു, ആരും കൈവക്കിയില്ല. ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞായിരുന്നു, 99% പോരാ,
100% പോകുമെന്ന് ഉറപ്പുള്ളവരെന്ന് പറഞ്ഞോടുകൂടി എല്ലാവരും പേടിച്ചുപോയി. ആരും കൈവക്കില്ല. ആശിക്കുന്നതൊക്കെ ഉറപ്പാ, പക്ഷെ ആശിക്കുന്നതൊക്കെ ഇവിടെയാ. അതെല്ലാം ഈ പ്രവാചകന്മാരും ശുശ്രൂഷകരെല്ലാം ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പ് വേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അതിൽ മാത്രം ഒരു ഉറപ്പും തന്നിട്ടില്ല. അത് പിന്നെയും നമുക്ക് കൺഫ്യൂഷൻ ആക്കി തന്നിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രത്യാശയുടെ സ്വീകാരം നമ്മൾ മുറുകെ പിടിക്കുന്നത്? പ്രധാനമായിട്ടും എബ്രായ ലേഖനമാണ് പ്രത്യാശയുടെ ലേഖനം എന്ന് പറയുന്നത്. എബ്രായ ലേഖനത്തിന്റെ പ്രധാന തീം തന്നെ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കുക, എന്തുകൊണ്ട് നമുക്ക് നിലനിൽക്കുന്ന ഒരു പ്രത്യാശയുണ്ട് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷനാണ്. റോമാലേഖനത്തിലും യോഹന്നാന്റെ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലെല്ലാം നമുക്ക് പ്രത്യാശയെ കാണാം. പ്രത്യേകിച്ച് റോമാലേഖനത്തിൽ വളരെയധികം കാണാം. കാത്തിരിപ്പ്, കർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ കുറിച്ച് നമുക്ക് അവിടെ എല്ലാം കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ പ്രത്യാശയുടെ ഞരക്കം. ഇപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മോഹങ്ങളുടെ ഉറപ്പല്ല, മോഹിക്കുന്നതിന്റെ ഉറപ്പല്ല, പിന്നെയോ പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പാ. പ്രത്യാശിക്കുന്ന ഉറപ്പുണ്ടോ? എന്താ പ്രത്യാശ? എന്താണ് ക്രിസ്തീയ പ്രത്യാശ? ഉറപ്പുള്ള ഒരു പ്രത്യാശ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ്? എന്തടിസ്ഥാനത്തിലാണെന്ന് ചോദ്യം ഇതാണ്. ഞാനിപ്പോ സ്വർഗത്തിൽ ചെന്നെന്ന് വിചാരിച്ചോ, ഒരു സെക്കൻഡ് അങ്ങനെ വിചാരിച്ചോ. സ്വർഗത്തിൽ ചെന്നപ്പം അവിടെ വാതുക്കൽ ആരെ നിർത്തണം? ഒരു ദൂതൻ നിപ്പുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ദൂതൻ സ്വർഗത്തിന്റെ വാതിൽ നിന്ന് എന്നോട് ചോദിക്കുകയാണ്, ചേസ് നിങ്ങളെ അകത്ത് കയറ്റാൻ പെർമിഷൻ തന്നിട്ടുണ്ട്, പക്ഷെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ അകത്ത് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ? ഇതാണ് ചോദ്യം. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഉത്തരം എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു വിഷയം. എന്ത് കാരണത്താൽ നമ്മൾ സ്വർഗത്തിൽ പോകും? വാട്ട് വിൽ ബി ദ റീസൺ ദാറ്റ് വി വിൽ ബി ഇൻ ഹെവൻ? ഓക്കെ, നമുക്ക് ഈ വിശ്വാസത്തിന്റെ പരിശോധന ഒന്ന് തുടങ്ങാം അല്ലെ. അപ്പോൾ വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഈ കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളല്ല, കാണാത്ത കാര്യങ്ങളാണ്, ഉള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങളൊരു വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിചാരിച്ചു. വാഹനം കാണാത്ത കാര്യമാണോ? അല്ല, നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത കാര്യമാണ് അല്ലെ. അപ്പൊ വാഹനം വരും 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 വരും. ഇപ്പൊ ഉണ്ട്, കാണാത്തതല്ല. അതില്ല, വരണം, ഉണ്ടാക്കണം, വരണം അല്ലെ. എനിക്കൊരു ജോലി വേണം, ഇപ്പൊ ജോലി ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ ഇന്ന് വിശ്വാസം എന്ന് പറയുന്നത് മോഹിക്കുന്നതിന്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. എന്നാൽ വേദോസ്തയിൽ പറയുന്ന വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താ ഈ കാണാത്ത കാര്യം? കാണാത്ത കാര്യത്തിന്റെ എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ മധ്യത്തിൽ ഇപ്പൊ കർത്താവുണ്ട്, കാണാൻ പറ്റത്തില്ല. ഇല്ലാത്തതല്ല, ഉണ്ട്, പക്ഷെ കാണാൻ പറ്റത്തില്ല. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഇല്ലാത്ത കർത്താവിനെ നമ്മൾ വിശ്വസിച്ച് വരുത്തുവല്ല, ഉള്ള കർത്താവിനെ നമ്മൾ വിശ്വാസത്താൽ കാണുക. അപ്പൊ പുതിയ നിയമ വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഉള്ള കാര്യങ്ങൾ കണ്ണു തുറന്ന്, ആത്മീക കണ്ണു തുറന്ന് ആ ഉള്ള കാര്യങ്ങൾ കാണുന്നതാണ് ഫെയ്ത്ത്. മനസ്സിലായി എവിടെ നമ്മൾ താളം തെറ്റി കിടക്കുന്നത്? അതായത് പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പിന് പകരം മോഹിക്കുന്നതിന്റെ ഉറപ്പും, കാണാത്ത കാര്യങ്ങൾ കുറിച്ച് പറയുന്നതിന് പകരം ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള പ്രസംഗവുമാണ് നമ്മൾ ചുറ്റിച്ചു കളഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ കാണാത്ത കാര്യങ്ങൾ? പൗലോസ് പറയുന്ന 2 കൊരിന്ത്യർ ലേഖനത്തിൽ കാണാത്തത് നിത്യം, കാണുന്നത് താൽക്കാലികം. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് ഉറപ്പുള്ളവരാണ്, നിശ്ചയമുള്ളവരാണ്? കാണാത്ത കാര്യങ്ങളെ കുറിച്ച് നിശ്ചയമുള്ളവരാണ്. അത് നിത്യമായ കാര്യങ്ങളെ കുറിച്ച് ഉള്ള നിശ്ചയത്തെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസികൾ എത്ര പേരുണ്ട് ഇവിടെ? പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത നിത്യമായ കാര്യങ്ങളെ കുറിച്ചുള്ള നിശ്ചയം. ഓക്കെ, അപ്പോൾ ഈ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്? സ്വർഗത്തിൽ നമ്മൾ പോകുമെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആത്മാവുള്ള സകല മനുഷ്യർക്കും പ്രത്യാശ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഈ പ്രത്യാശ ഉണ്ടാക്കുന്നത്
ആത്മാവാണ്. ഓക്കെ, അപ്പൊ ഒരാൾക്ക് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടോ ഇല്ലോ തിരിച്ചറിയാനുള്ള വഴി എന്താ? പാസ്റ്റർ അന്യഭാഷ അല്ല, അല്ല. കാരണം ഒരു കാലത്ത് അന്യഭാഷ പറയുമ്പം അത് ദൈവാത്മാവ് ഉണ്ടെന്ന് നമുക്ക് തോന്നുമായിരുന്നു, മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഇന്ന് ദൈവാത്മാവ് ഇല്ലാത്ത ഒരു അന്യഭാഷ പറയുന്നുണ്ട്. ഒത്തിരി ദൈവാത്മാവില്ലാത്ത അന്യഭാഷകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ചുറ്റുമുണ്ട്. അവര് പാട്ടിന് താളമടിച്ച് താളത്തിനകത്ത് കയറി അങ്ങനെ ആയിപ്പോയത് അവർക്ക് തന്നെ അറിയാൻ മേല അത് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം. ഈ മ്യൂസിക് ഒരു റിതം ഇട്ട് കൊടുത്ത് അടിച്ച് വിട്ടുകൊടുക്കുന്ന പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് കയറിപ്പോയത് സ്പ്രിങ്ങിനകത്ത്, പിന്നെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഒരു എക്സ്റ്റസിയിൽ, ഉന്മാദാവസ്ഥയിൽ എന്തൊക്കെ സംസാരിച്ചു പോയതാ വലിയൊരു പങ്കാൾക്കാർ. ഉന്മാദാവസ്ഥ എന്ന് പറഞ്ഞ എല്ലാ മതങ്ങളിലും ഉണ്ട്. അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്ന ഈ ഉന്മാദാവസ്ഥയിൽ നമ്മൾ സംസാരിച്ച എല്ലാം അന്യഭാഷ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഒരാളുടെ ഉള്ളിൽ ആത്മാവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അതായത് അതിന്റെ കാരണമുണ്ട്. എന്താണ് കാരണം എന്നറിയാം? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നോക്കിക്കൊണ്ടേയിരിക്കും ഈ ആത്മാവ്. അതിന്റെ കാരണം ദൈവത്തിന്റെ ആത്മാവിന് പാപത്തോട് ഭയങ്കര ശത്രുത്വമുണ്ട്, അല്ലെ? ദൈവത്തിന്റെ ആത്മാവിന് പാപം സഹിക്കാൻ പറ്റില്ല. ഈ ശരീരത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം ഈ പാപം ഉണ്ട് നമുക്ക്. അതുകൊണ്ട് ആത്മാവ് ഉള്ളിൽ വന്നു കഴിഞ്ഞ ഉടനെ നമുക്ക് ഞരക്കം തുടങ്ങും. കർത്താവേ, ഈ ശരീരം കാരണം ഞാൻ പാപത്തിൽ വീഴുവാണ്. കർത്താവേ, ഈ തേജസ്കരണം എന്ത് സംഭവിക്കും? എനിക്ക് പാപം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് ആത്മാവ് ഉള്ളിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളില് നിത്യ തേജസ് പ്രാപിക്കാനുള്ള ഞരക്കം ഉണ്ടാകുന്ന ഞരക്കത്തെയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ ആരുടെ എല്ലാം ഉള്ളിൽ ആത്മാവുണ്ടോ, അതുകൊണ്ടാണ് റോമർ 8:21 പറയുന്നത്, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത വാക്യം. അപ്പൊ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആത്മാവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഞരക്കമാണ്. എന്താണ് ഞരക്കം? കർത്താവേ, ഞങ്ങളുടെ ഈ ശരീരത്തിന്റെ മൺമയമായ പാപ സ്വഭാവമുള്ള ഈ ശരീരത്തിൽ നിന്ന് തേജസ്സുള്ള ശരീരമായ പുത്രത്വം എപ്പോ ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഞരക്കത്തെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഇനി ഞരക്കം എന്നുള്ള വാക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനത് വിശദമായിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ ദുബായിലാണല്ലോ ഇരിക്കുന്നത്. ഞാൻ ദുബായിൽ വന്നു എന്ന് വിചാരിക്കും. വിഷമിക്കണ്ട, ഇപ്പൊ വരുന്നില്ല. വന്നു എന്ന് വിചാരിച്ചോ? അപ്പൊ ഇപ്പൊ സമയം 1:30 ഇന്ത്യൻ ടൈം 1:30, അവിടുത്തെ 12 മണിക്ക് തീർക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് 1/2 മണിക്കൂറുടെ പൊക്കോളാൻ. 12:30 വരെ, അപ്പൊ 12:30 വരെ പോകാം അവിടുത്തെ ടൈം. ഇവിടുത്തെ 2 മണി വരെ പോകാൻ എനിക്ക് അനുവാദമുണ്ട്. നമുക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നില്ല, പൗലോസ് പറഞ്ഞ പോലെ. എന്നാലും 2 മണി വരെ പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കിന്ന് ഉണ്ട്. ഓക്കെ, ഞാൻ 2:30 ആയിട്ട് നിർത്തുന്നില്ല എങ്കിൽ, നേരിട്ട് വന്നേക്കുവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രശ്നമില്ല. ഇത് നമുക്ക് ഏറ്റവും ഭയങ്കര സൗകര്യമല്ലേ. നമ്മൾ പതുക്കെ അങ്ങ് വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുവാണോ, കിടക്കുവാണോ, ആഹാരം കഴിക്കുവാണോ, മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുവാണോ, ഒന്നും കേൾക്കുന്നില്ല, ഇതൊന്നും ആരും അറിയുന്നില്ല. പാസ്റ്റർ നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട്. അതൊരു ഭാരമേ അല്ല. പക്ഷെ നേരിട്ടാണെങ്കിൽ ഇറങ്ങി ഓടാൻ പറ്റുമോ? ഇല്ല. 2 മണിയായി 2:30 ആയി തീർക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്ങിനാണ് ഞരക്കം എന്ന് പറയുന്നത്. ഇതെപ്പോ ഇയാൾ തീർക്കും? ചിലപ്പം പാസ്റ്റർമാര് പ്രസംഗിച്ചിട്ട് ഒന്നും ആയില്ല എന്ന് പാസ്റ്റർമാർക്ക് തോന്നും. അപ്പൊ സമയം തീരാറായി. അപ്പൊ എന്തെങ്കിലും ഒന്ന് വേണ്ടേ ആൾക്കാർക്ക് ഓർക്കാൻ? അപ്പൊ ഒന്നും പ്രത്യേകിച്ച് ധ്യാനിക്കുകയോ കിട്ടുകയോ ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചോ. ഈ അവസാനത്തെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പാസ്റ്റർ മനസ്സിൽ ഒന്നും എങ്ങും എത്തിയിട്ടില്ലെന്ന് ഒരു വാക്യം കൂടെ വായിച്ചിട്ടെന്ന് പറയും. അപ്പൊ അത് അടുത്തൊരു വാക്യം കൂടെ. അപ്പൊ തീർന്നെന്ന് വിചാരിച്ചിരിക്കുക, മടക്കിയതാ. മടക്കുന്നതിന്റെ പ്ലാസ്റ്റിക് മടക്കുന്നതിന്റെ കലവില ശബ്ദം ചർച്ചിൽ വന്ന ശേഷമാണ് പാസ്റ്റർ പറയുന്നത് എന്താ, ഒരു വാക്യം കൂടെ. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്നു മനുഷ്യനൊന്ന് നിർത്തിയായിരുന്നെങ്കിൽ തോന്നുന്ന ഫീലിംഗ് ഇല്ലേ, അതിനെയാണ് നമ്മൾ ഞരക്കമെന്ന് പറയുന്നത്. ഇത്രയും വിശദീകരിച്ചാൽ പോരത്. പിന്നെ ഏതെങ്കിലും ബോറൻ ക്ലാസ്സിലിരുന്ന് കാടുമീടും വെട്ടിക്കളിച്ച് പൂജ്യം കളിച്ച് പഴയ ആൾക്കാരെ ടിക് ടാക് ടോ ഒക്കെ കളിച്ച് എങ്ങനെ ഇത് തീർക്കുമെന്ന് വിചാരിച്ച് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെലിപിരി കൊള്ളുന്ന
പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയിട്ടാണെങ്കിൽ. ആ ഒരു ഫീലിങ്ങിനെയാണ് ഞരക്കം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും എന്റെ ശരീരത്തിന്റെ തേജസ്കരണം എപ്പം നടക്കും എന്നുള്ള ആന്തരികമായ, കത്തോലിക്കരുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ആന്തരികമായ വിലാപം എന്നാണ്. അപ്പൊ അകത്തുനിന്നൊരു വിലാപം, ഒരു കരച്ചിൽ, ഒരു നിലവിളി ഈ ആത്മാവ് തരുന്നത്. കർത്താവേ, എന്ന് ഞാൻ നിന്നെ പോലെ ആകും, എനിക്ക് ഈ പാപം എന്റെ ശരീരത്തിൽ വാഴുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിലുണ്ടാകുന്ന വികാരങ്ങൾ പല സമയത്തും എന്നെ നിർബലനാക്കി മാറ്റുന്നു. മനസ്സിലാകുന്നുണ്ടോ അതെന്താന്ന്? അപ്പൊ ആത്മാവ് വരുമ്പോ എന്ത് സംഭവിക്കും? നമുക്ക് പുനരുത്ഥാനത്തെ കുറിച്ചുള്ളൊരു മോഹം ഉണ്ടാവും. അതുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിളി കറക്റ്റാ. വിളിച്ച വിളിയാലുള്ള ആശ. അപ്പൊ നിങ്ങൾ പറയായിരിക്കും, എന്റെ പാസ്റ്ററെ, ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല, ഞങ്ങളുടെ ഉള്ളിൽ അങ്ങനെ സ്വർഗത്തിൽ പോകാനൊന്നും ഒരു ആശ കാണുന്നില്ല നിങ്ങൾ പറയുവാണെങ്കിലും നിങ്ങൾ രക്ഷിക്കപ്പെട്ടതല്ലാന്നതിന് അർത്ഥമില്ല, വീണ്ടും ജനിച്ചതല്ലാന്നതിന് അർത്ഥമില്ല. പക്ഷെ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു, പ്രത്യാശയുടെ ഉറപ്പ് നിങ്ങൾ പ്രാപിച്ചിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ ഉറപ്പെന്നുള്ള വിഷയത്തിലേക്ക് വന്നിട്ടില്ല. എന്താണ് പ്രത്യാശ? അപ്പൊ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം കേട്ടാലും ചിലപ്പോൾ നിങ്ങൾ അവസാനം ചോദിക്കുമ്പോൾ പറയുന്നത്, പ്രത്യാശ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നമ്മൾ പോകും എന്നുള്ള ആഗ്രഹമാണല്ല. സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ചല്ല പ്രത്യാശ പറയുന്നത്. പിന്നെ എന്തിനെ കുറിച്ചാണെന്നറിയോ? ക്രിസ്തുവിന്റെ തേജസ് പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് പ്രത്യാശ പറയുന്നത്. അപ്പൊ നമ്മൾ സ്വർഗത്തിലായിരിക്കും എന്നുള്ള വേറെ കാര്യം. പക്ഷെ യേശു ക്രിസ്തുവിന്റെ തേജസ് നമ്മൾ പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ശരിക്കും പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കൊതി എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയി സ്വസ്ഥമായിട്ട് രോഗവും പ്രയാസവും ദുഃഖവും ഇല്ലാതിരിക്കണം എന്നല്ല. അതല്ല നമ്മുടെ കൊതി. നമ്മുടെ കൊതി ക്രിസ്തുവിന്റെ അതേ സ്വഭാവവും തേജസ്സുമുള്ള പുത്രത്വം അനുഭവിക്കണം എന്നുള്ളതാണ്. അപ്പൊ പ്രത്യാശയുടെ സബ്ജക്ട് പോയിന്റ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പ്രത്യാശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്വർഗത്തിൽ പോയി സ്വസ്ഥമായിട്ട് ഇവിടെ രോഗമില്ല, കൊറോണ ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി ഇരിക്കാൻ വേണ്ടി അല്ല. പിന്നെയോ ക്രിസ്തുവിന്റെ അതേ തേജസ്സുള്ളവരായി രൂപാന്തരപ്പെടാൻ വേണ്ടിയാണ്. അതാണ് പ്രത്യാശ. ആണോ? നമുക്ക് ഒരു വാക്യം കൂടെ വായിച്ചാലോ? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം? ഞാൻ വായിക്കാം. വായിക്കുമാരെങ്കിലും എടുത്തോ. നാം ഇപ്പോൾ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അടുത്ത വാക്യം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പൊ എന്താ പ്രത്യാശ? ഞാൻ അവൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകയാൽ അവനോട് സദൃശനാകും, അവനെ പോലായി മാറും. അതാണ് പ്രത്യാശ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. ഓക്കെ, വേറൊരു പാട്ടുണ്ടല്ലോ, തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമായി. അപ്പൊ അത് എന്റെ ആശയാണ്. എന്താണ്? തേജസ്സിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റുക എന്നുള്ളത്. ഇപ്പൊ തേജസ്സിൽ കർത്താവ് നമ്മുടെ മുമ്പിൽ നമ്മളെല്ലാം ബോധം കിട്ടുന്ന നിരത്തി. കാരണം നമുക്ക് തേജസ്സില്ല. എന്നാൽ അന്ന് നമ്മൾ മുഖാമുഖം നോക്കും. അന്ന് നമ്മൾ മുഖാമുഖം നോക്കുമ്പോൾ നമ്മുടെ മുഖം അവൻ്റേതുപോലെ പ്രകാശിക്കും. ആ തേജസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഉറപ്പായില്ല, ഇനിയും വരാൻ പോകുന്നേ ഉള്ളൂ. പ്രത്യാശ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു കൊതിയുണ്ട് അല്ലേ? അതിന് ഉറപ്പ്. ആ കൊതിയുടെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ഞരക്കമുണ്ട്. യേശുവിനെ പോലെ ആകാനുള്ള ഞരക്കം. ഇതിന് ആത്മീക മനുഷ്യന് മാത്രമേ ഇതിന്റെ കൊതി ഉണ്ടാവുള്ളൂ. ഇന്ന് സഭയിൽ വരുന്ന വലിയ പങ്കുകൾ ആത്മീകരല്ല, അവരവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി വരുന്നത്. അവർക്ക് നിത്യതേജസ്സൊന്നും പറഞ്ഞാൽ അവർക്ക് താല്പര്യമൊന്നുമില്ല. അത് പാസ്റ്റർമാർക്കും അറിയാം. അതുകൊണ്ടാണ് നിത്യതയെക്കുറിച്ച് മിക്കവാറും ചർച്ചകളിലും പ്രസംഗിക്കാതെ. പ്രസംഗിച്ചാൽ ആർക്കും ഇഷ്ടപ്പെടുകയല്ല, ബോറടിക്കും. നിത്യത എന്ന് കേൾക്കുമ്പോൾ തന്നെ ബോറടിക്കുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾ ബോറടിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയേക്കുന്നവരാ.
ഈ നിത്യതയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എറണാകുളത്ത് ചർച്ച തുടങ്ങി ഒരു 3-4 മാസമായി കാണാം. ഒരു സഹോദരൻ എൻ്റെ അടുത്തും സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പാസ്റ്റർ പ്രസംഗം കേട്ട് മടുത്തു. ഞാൻ ചോദിച്ചാൽ എന്താണ്? എപ്പോ പറഞ്ഞാലും ഇതോരോ വിഷയം, ക്രൂശ, ക്രിസ്തു, പ്രത്യാശ, സ്വയനീതി, ഞങ്ങൾ മടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച വേറെ എന്തെങ്കിലും പ്രസംഗിക്കാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കണോ? അങ്ങനെ തന്നെ പറഞ്ഞു. കാരണം അന്ന് ഈ ആൾക്കാർ പിണങ്ങി പോകുന്നത് ഭയങ്കര വിഷമമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പിറ്റേ സൺഡേ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പിന്നെ അത് തന്നെയാ പറയുന്നത്. എനിക്ക് എന്നും വേറൊന്നും പറയാൻ പറ്റുന്നില്ല. അവരിട്ടിട്ട് പോയി. അപ്പൊ തേജസ് നമുക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവ് ഒന്ന് ഞെട്ടും, ഒന്ന് ഞെടുങ്ങും, ഒന്ന് അതിനകത്തൊരു ഏകമത്യം പ്രാപിക്കും. കർത്താവേ സ്തോത്രം എന്ന് പറയും ഉള്ളില്. കാരണം ആ ആശയിലേക്കാണ് വീണ്ടും ജനിച്ചിട്ടുള്ള ഓരോരുത്തരും നടന്നിട്ടുള്ളത്. മനസ്സിലായോ? ഈ പ്രത്യാശ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്? അത് ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അതെങ്ങനെയാണ് നമ്മൾ കൺഫൈൻ ചെയ്യുന്നത്? നമുക്ക് ചില വാക്യങ്ങൾ തുടർച്ചയായിട്ട് വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13 മുതൽ ഞാൻ പറയുന്നവരെ വായിക്കണേ. 13 മുതൽ എബ്രഹാമിന്റെ കഥ മാത്രം വായിച്ചാൽ 13. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. ആണ് അവർക്ക് ഉറപ്പിനായി സകലത്തിന്റെയും തീർച്ചയാകും. ഓക്കെ, എന്താണ് എബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? നമ്മൾ പ്രത്യാശ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണേ, ഒന്ന് എൻക്വയറി ചെയ്യാൻ പോവാം. എന്താണ് പ്രത്യാശ? എന്താണ് എബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എബ്രഹാം 75 വയസ്സുള്ളപ്പോൾ അവനൊരു വാഗ്ദത്തം കിട്ടുകയാണ്. നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആക്കും. അതാണ് വാഗ്ദത്തം. ഓക്കെ, പക്ഷെ എബ്രഹാമിനത് വിശ്വസിക്കാനുള്ള ഒരു ഫിസിക്കൽ സിറ്റുവേഷൻ ഇല്ല. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എബ്രഹാമിന് ഈ വാഗ്ദത്തം നിറവേറ്റാനുള്ള ഒന്നുമില്ല. ഇത്രയും നാളായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടും ഇല്ല. പക്ഷെ എബ്രഹാം അത് വിശ്വസിച്ചു. ഉൽപ്പത്തി പുസ്തകം 15:6 അത് അവന് നീതിയായി കണക്കിട്ടു. എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഈ നീതി എങ്ങനെയാ വരുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. എങ്ങനെയാണ് വിശ്വാസത്താൽ നീതി വരുന്നത്? അപ്പൊ എബ്രഹാമിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ട്. എന്താ വിശ്വാസം? എന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകും. ഇതിനകത്ത് എന്താണ് നീതിയുള്ളത്? ഇത് എബ്രഹാമിന്റെ ഹൃദയത്തിൽ ദൈവം എഴുതി വെച്ചു. എന്തെഴുതി വെച്ചു? നിന്റെ സന്തതി ആകാശ നക്ഷത്രങ്ങൾ പോലെ ആവും. അത് എബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരിക്കലും പോയില്ല. അതിനിടയിൽ അവൻ തട്ടിപ്പ് കാണിച്ചു. ഒക്കെ ശരിയാ, ഇസ്മായിൽ ഉണ്ടായി, ഫ്ലഷിലൊക്കെ ആശ്രയിച്ചു. പക്ഷെ അവന്റെ ഉള്ളിൽ അവൻ ഈ പ്രത്യാശയിൽ അല്ലെങ്കിൽ ഈ ആഗ്രഹത്തിൽ അല്ലെ വാഗ്ദത്തത്തിൽ അവൻ ഉറച്ചു നിന്നു. പക്ഷെ അത് പുറമെ എബ്രഹാം അറിഞ്ഞോന്ന് എനിക്കറിയില്ല. പക്ഷെ വേദപുസ്തകം പറയുന്നു അവൻ ക്ഷീണിച്ചില്ല വാഗ്ദത്തങ്ങളിൽ, അതിലെങ്ങനെ പിടിച്ചു നിന്നു. 100-ാം വയസ്സിൽ അവന് ഇസ്ഹാക്ക് ഉണ്ടായി. അപ്പോ വാഗ്ദത്തം വേണമെങ്കിൽ നിറവേറ്റാം, കാരണം ഇസ്ഹാക്ക് ഉണ്ടല്ലോ. ഇസ്ഹാക്കിലൂടെ വലിയൊരു സംഘത്തെ ഉണ്ടാക്കിയാലും മതിയല്ലോ. പക്ഷേ ബാലൻ ഇത്തിരി മുതിർന്നപ്പം കർത്താവ് എബ്രഹാമിനോട് പറഞ്ഞു, നീ ഇവനെ കൊണ്ട് നീ യാഗം കഴിക്കണം. ദാറ്റ് മീൻസ് എബ്രഹാമിന്റെ കയ്യിലുള്ള അവസാനത്തെ ഓപ്ഷനാണ് ഇസ്ഹാക്ക്. ഇസ്മായിലിനെ പറഞ്ഞു വിട്ടു. തന്നെയുമല്ല, ഇസ്മായിലിനെ ദൈവം കണക്ക് കൂട്ടുന്നുമില്ല. ദൈവം പറഞ്ഞ എന്താണെന്നറിയോ? നിന്റെ ഏകജാതനായ പുത്രൻ ആ ഇസ്ഹാക്കിൽ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഇസ്മായിൽ ഈസ് നോട്ട് കൗണ്ടഡ്. ഓക്കെ, അപ്പോൾ ഇസ്ഹാക്കുമായിട്ട് ബലിയർപ്പിക്കാൻ വേണ്ടി, യാഗം അർപ്പിക്കാൻ വേണ്ടി എബ്രഹാം പോവാ. എബ്രഹാമിന്റെ തലയിൽ കൂടെ എന്തൊക്കെയായിരിക്കും ഓടി?
ഓ, ആകാശ നക്ഷത്രങ്ങൾ പോലെ കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞ ദൈവമാണ്. വയസ്സനായ കാലത്ത് ഒരു കൊച്ചിനെ തന്നിട്ട് അതിനെ ഇപ്പൊ തിരിച്ചു ചോദിക്കുക. എന്ത് ചെയ്യാം? എനിക്കിപ്പൊ 118 120 വയസ്സായി. എന്റെ ഭാര്യ മരിക്കാറായി, ഞാനും മരിക്കാറായി. ഇനി എങ്ങനെ ദൈവം വാഗ്ദത്തം നിറവേറ്റാനാണ്? ഇതായിരിക്കും എബ്രഹാം ആലോചിച്ചത്? അല്ല. എബ്രഹാം ഒരു മടിയുമില്ലാതെ ആ കൊച്ചിനെടുത്ത് യാഗം കഴിക്കാൻ വേണ്ടി പോയിരുന്നു. പലപ്പോഴും എബ്രഹാം ഹെസിറ്റേറ്റ് ചെയ്യുന്നു, ദൈവത്തോട് പ്ലീഡ് ചെയ്യുന്നു, സോദോം ഗൊമോറ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കാല് പിടിക്കുന്നൊക്കെ കാണാമെങ്കിലും ഈ സ്വന്തം മകനെ രക്ഷിക്കാൻ എബ്രഹാം അങ്ങനെ നിലവിളിക്കുന്നൊന്നുമില്ല. അതെന്തുകൊണ്ടാണ് എബ്രഹാം അങ്ങനെ ആ മകനെ അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയത്? ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു എബ്രഹാമിന്റെ മനസ്സ്? രണ്ട് കാര്യങ്ങളായിരുന്നു എന്ന് പൗലോസ് പറയുന്നു എബ്രഹാമിന്റെ മനസ്സിൽ. ഒന്ന്, അത് രണ്ടും നമുക്ക് ഒരു വാക്യത്തിൽ നിന്ന് വായിക്കാം. റോമാലേഖനം 4:17. റോമാലേഖനം 4:17 ആർക്കെങ്കിലും വായിക്കാം? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ കൊണ്ട് വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ കൊണ്ടെന്നാണ്. അല്ല, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ, റൈറ്റ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ചു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് എബ്രഹാമിന്റെ തുകയിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നത്. ഒന്ന്, ഇസ്ഹാക്ക് മരിച്ചാലും മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എന്നോട് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാഗ്ദത്തത്തിന് മാറ്റമില്ല. ദൈവം ഇവനെ പുനരുത്ഥാനം ചെയ്ത് എനിക്ക് തിരിച്ചു തരും. ഫെയ്ത്ത് നമ്പർ 1. ഇനി ഫെയ്ത്ത് നമ്പർ 2, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും എന്ന് പറഞ്ഞാൽ എനിക്ക് മകൻ ഇല്ലാതെ പോയാലും എനിക്ക് മക്കളെ ഇല്ലാത്തടത്ത് നിന്ന് പിടിച്ചു തരാൻ ദൈവത്തിന് കഴിയും. ഓക്കെ, അപ്പൊ ദൈവത്തിന് ഇല്ലാത്തടത്ത് നിന്ന് പിടിച്ച് മക്കളെ തരാൻ കഴിയും. അപ്പൊ നോക്കിയേ, അതുകൊണ്ട് എബ്രഹാമിന്റെ ലൈഫിൽ നീതി ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? ദൈവം പറഞ്ഞ അസാധ്യമെന്ന് തോന്നുന്ന കൽപ്പന അവൻ അനുസരിച്ചു. അത് വിശ്വാസത്തിൽ നിന്ന് വന്ന അനുസരണം, വിശ്വാസത്തിന് അനുസരണം വന്നതാണ്. മനസ്സിലായോ? കാരണം അവൻ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസം അവന് അനുസരണമായി മാറി. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ എബ്രഹാമും ഇസ്ഹാക്കും ഒക്കെ ആയിട്ട് ജീവിക്കാം. ആ സമയത്ത് 2 പിള്ളേരുണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാം അവരെ എങ്ങനെ സെറ്റിൽ ചെയ്യിപ്പിക്കണം എന്നല്ലേ. ഒരു വീടുണ്ടാക്കി മറ്റേ വീട്, നമ്മൾ താമസിക്കുന്ന വീട് ഒരു മകന് കൊടുത്തു കഴിഞ്ഞാൽ സമാധാനം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പിള്ളേരുണ്ടായാൽ നമ്മൾ എങ്ങനെ അവരെ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? ഏത് സ്കൂളിൽ ചേർക്കും? ഫീസ് എങ്ങനെ അടയ്ക്കും? നമ്മൾ പട്ടണങ്ങൾ പണിതാൽ പോലും മതിയാവില്ല, രാജ്യങ്ങൾ കീഴടക്കിയാൽ പോലും മതിയാവില്ല. അതുപോലെ കുഞ്ഞുങ്ങളാണ്. എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പൊ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? എവിടെ താമസിപ്പിക്കും? ഏത് സ്കൂളിൽ വിടും? നിങ്ങളാണ് എന്ത് ചെയ്തേനെ? നിങ്ങൾക്ക് ഒരു 50 പിള്ളേരുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? എന്റെ കർത്താവേ എന്ന് പറയും നാട് വിട്ട് പോയതിന് 5 പിള്ളേരുണ്ടെങ്കിൽ നാട് വിടുന്നവരുണ്ട്. അപ്പോഴാണ് 50. ഇത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. അപ്പോൾ എബ്രഹാം മക്കളോട് പറയാണ്, മക്കളെ നിങ്ങൾ എവിടെ പോയാലും പട്ടണങ്ങൾ പണിതിട്ട് വേണം, കാരണം നിങ്ങളെല്ലാം വലിയ ജാതിയാവാൻ പോവാണ്. ഈ ഭൂമി മുഴുവൻ നമ്മൾ നിറയ്ക്കും. അതുകൊണ്ട് രാജ്യങ്ങൾ കീഴടക്കുന്ന അധികാരം ഉണ്ടാക്കിയിടും. ഇങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷെ എബ്രഹാം പറഞ്ഞാൽ എന്നറിയാം, ഇത്രയും പിള്ളേരെ ദൈവം ഇല്ലാത്തതൊന്നും ഉണ്ടാക്കി തരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെല്ലാം താമസിക്കാൻ ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ള ഒരു നഗരവും കൂടെ അതിലൂടെ കാണാതിരിക്കില്ല. അതുകൊണ്ട് ഇസ്ഹാക്കേ മോനെ, നമുക്ക് തൽക്കാലം ടെന്റ് അടിച്ച് താമസിച്ചാൽ മതി. കാരണം ഇതിനപ്പുറത്തൊരു വാഗ്ദത്വം കർത്താവ് ശില്പിയായി പണിയുന്ന ഒരു നഗരത്തിന്മേലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പിള്ളേരുണ്ടാവുമെന്ന് പ്രോമിസ് ചെയ്തപ്പം പുള്ളിയുടെ നീതി മാറി. കണ്ടോ? പുള്ളിക്ക് സുഖിക്കണ്ട, വലിയ വീട് വേണ്ട, എന്ത് പറഞ്ഞു? ടെന്റ് അടിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ ലോകം തന്നെ അന്യമാണെന്നും ഒരു നിത്യജീവൻ ഉണ്ടെന്നും എബ്രഹാമിന് ചിന്ത ഉണ്ടായത് ഈ വാഗ്ദത്തത്തിൽ നിന്ന്. ആലോചിക്കുക, വാഗ്ദത്തം കേട്ട് അങ്ങനെ വല്ലതും തോന്നുന്നു നമുക്ക്? നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യജീവൻ എവിടെ ഇരിക്കുന്നത്? അതാണ് ഈ പഴയ നിയമത്തിലെ മർമ്മങ്ങൾ എന്ന് പറയുന്നത്.
ഒന്നും തെളിച്ചു പറയല. അതാ വിശുദ്ധന്മാർക്ക് മാത്രം അവര് പോലും അറിയാതെയാ വെളിപ്പെടുന്നത്. എബ്രഹാമിന് അറിയത്തില്ല ടെന്റ് മതി എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്താണ്. വീട് വെക്കാന്ന് മക്കള് പറയുമ്പം വേണ്ട വീടൊന്നും എന്ന് പറയുമ്പം ഉള്ളിന്റെ ഉള്ളിൽ ഒരു കത്തലുണ്ട്. അതെന്താണെന്ന് അറിയാൻ മേല. എവിടെയൊക്കെയോ ഒരു ഭവനം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നുണ്ട്, ഇവിടെ വീടില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് എബ്രഹാമിന്റെ ഉള്ളിലിരുന്ന് ആ വിശ്വാസം പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ എവിടെ നോക്കിയാലും വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. പഴയ നിയമത്തിൽ പ്രോസ്പെരിറ്റി ഉണ്ടോ? ഇല്ല. പഴയ നിയമത്തിൽ എവിടെ പ്രോസ്പെരിറ്റി? പഴയ നിയമത്തിൽ ഏറ്റവും വലിയ വിശുദ്ധന്മാരിൽ ഒരാളാണ് ഹാബേൽ. ഹാബേലിന് എന്ത് പ്രോസ്പെരിറ്റി കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ? മോശയ്ക്ക് എന്ത് പ്രോസ്പെരിറ്റി കിട്ടിയത്? പുള്ളിയുടെ ബോഡി പോലും ആരും കണ്ടില്ല, ശവടക്കവും ഇല്ലായിരുന്നു, ബാൻഡ് മേളവും ഇല്ലായിരുന്നു. ആരും ഒന്നും നേടിയില്ല. യിരെമ്യാവോ യെശയ്യാവോ മുതലുള്ള പ്രവാചകന്മാർ എവിടെയൊക്കെയോ കിടന്ന് മരിക്കുകയോ കല്ലേറുകളോ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്ന ലോകം അവർക്ക് അന്യമായിരുന്നു. അപ്പൊ വിശ്വാസത്തിൽ ഇറങ്ങി ആരും ഒരു അനുഗ്രഹവും ഭൗതികമായ ഒരു അനുഗ്രഹത്തിലും നിന്നില്ല. അവരെല്ലാം വേറൊരു വാഗ്ദത്തം പ്രാപിക്കായിരുന്നു. ആകാശ നക്ഷത്രങ്ങൾ പോലെ കുഞ്ഞുങ്ങളുണ്ടാവെന്ന് പറഞ്ഞ അബ്രഹാമിനെ സംബന്ധിച്ചൊരു ഭൗതികമായ വാഗ്ദത്തം ആയിരുന്നില്ല, അത് നിത്യജീവനെ കുറിച്ചുള്ള ഒരു ഉറപ്പായിരുന്നു ആ വാഗ്ദത്തം. കാരണം അതുപോലെ ബലഹീനനായിരുന്നു അബ്രഹാം. ബലവാനായ ഒരാളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിന്റെ സന്തതി ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ ആവുന്നു. അവനൊരു പ്രോബ്ലം ഉണ്ടാവില്ല, അതിനകത്ത് നീതി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവൻ വിചാരിക്കും ബായനോട് പറയും നമുക്കൊരു 12 പിള്ളേരായിക്കോട്ടെ, 12 വർഷം ഓരോ പിള്ളേർ, എന്നിട്ടൊരു 5, 6, 8, 10, 12, 14 കല്യാണം കഴിക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പിള്ളേര്. ആലോചിച്ച് നോക്കി. അപ്പോൾ മനുഷ്യൻ ഈ വാഗ്ദത്തം പക്ഷെ എബ്രഹാമിന് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? എബ്രഹാമിന് കൊടുത്തപ്പോൾ അതിമനോഹരമായ ഒരു അനുസരണം, അവന്റെ ജീവിതം മുഴുവൻ നിത്യതയിലേക്ക് നോക്കുന്ന ഒരു വിശ്വാസം എബ്രഹാമിന്റെ ഉള്ളിൽ ഉണ്ടായി. എങ്ങനെയുണ്ടായി? ഒറ്റ നോട്ടത്തിൽ നിത്യതയുമായി ഒരു കണക്ഷനും ഇല്ല എന്ന് തോന്നുന്ന ഒരു വാഗ്ദത്തത്തിലൂടെ, അല്ലെ? അപ്പൊ ഒരു വലിയ ചോദ്യം ഇതായിരുന്നു, ഈ ഹാബേലൊക്കെ ഇങ്ങനെ ഞാൻ കഴിച്ചിട്ട് എന്ത് പ്രയോജനം കിട്ടി? ദൈവം ജീവിപ്പിക്കുന്ന ദൈവമല്ല, എന്തുകൊണ്ടാണ് തിരിച്ചെഴുന്നേൽപ്പിക്കാൻ? ഹാബേലിന് എന്ത് ഗുണമാണ് കിട്ടിയത്? പുനരുത്ഥാനത്തെ കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ ഹാബേലിന്റെ ജീവിതം നഷ്ടമാണ്. യേശുക്രിസ്തു വന്ന് നമുക്ക് വേണ്ടി മരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതെല്ലാം നിത്യത എന്നുള്ള വെളിപ്പാട് അവരുടെ ഉള്ളിൽ ഒരു ആനന്ദത്തെ കൊടുത്തിരുന്നു എന്നുള്ള കാര്യം. അപ്പൊ ഇതാണ് എബ്രഹാമിന്റെ കഥ. ഇനി എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17 മുതൽ ഒന്ന് വായിച്ചു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ ഒരാണയിട്ട് കൊടുത്തു. ആർക്കാ? വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക്. എബ്രഹാമിനെ പോലെ നമ്മളോടും ഒരു വാക്ക് കർത്താവ് പറഞ്ഞു, നിന്റെ സന്തതി ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെ ആക്കുമെന്നല്ല, നിന്നെ ഞാൻ തേജസ്സിൽ എന്റെ പുത്രന്റെ കൂടെ ഇരുത്തും എന്നൊരു വാക്ക് നമ്മളോട് പറഞ്ഞു. എന്നെ കുറിച്ച് നോക്കുമ്പോൾ എബ്രഹാം നോക്കിയപോലെ 100 വയസ്സായി, എന്റെ പണി കൊണ്ടൊന്നും നടക്കുമെന്ന് തോന്നില്ല. എന്നിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഏതാ? ഈ കർത്താവിന്റെ വാഗ്ദത്തത്തിൽ. എന്താണ് വാഗ്ദത്തം? നിന്നെ ഞാൻ സ്വർഗത്തിൽ എന്റെ പുത്രനെ പോലെ ആക്കി സ്വർഗത്തിൽ അവന്റെ അടുത്തിരുത്തും. വിശ്വാസമുണ്ടോ? എന്തുകൊണ്ട് വിശ്വാസമുണ്ട്? എന്റെ എബ്രഹാമിനെ പോലെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയിട്ടല്ല, സ്വന്തം കഴിവിലേക്ക് നോക്കിയിട്ടല്ല. ഒറ്റ കാര്യമാണ് ദൈവത്തിന്റെ വാഗ്ദത്തം, ഞാൻ നിന്നെ രക്ഷിച്ച് സ്വർഗത്തിൽ എത്തിച്ചിരിക്കും. അപ്പം എബ്രഹാമിന് അതൊരു വളഞ്ഞ രീതിയിലാണ് കിട്ടിയെങ്കിലും നമുക്കത് ഡയറക്റ്റ് ആയിട്ട് കർത്താവ് നമ്മോട് പറയുകയാണ്, വിശ്വസിക്ക്, നിന്നെ ഞാൻ നിത്യതയിൽ ഇരുത്തും. എന്നാലും നമുക്കിത് വിശ്വസിക്കാൻ പാടാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആണയിട്ട് ഉറപ്പ് കൊടുത്തു. നമ്മൾ എപ്പോഴാണ് ഇടുന്നത്? എന്താടാ ഇന്നലെ ക്ലാസ്സിൽ വരാഞ്ഞത്? സാറേ പനിയായിരുന്നു. സത്യം പറയടാ. അടുത്ത് എന്തായിരിക്കും കൊച്ചു പറയുന്നത്?
സത്യമായിട്ടും സാറേ പനിയായിരുന്നു. എന്തിനാ അങ്ങനെ പറഞ്ഞേ? കാരണം ഇവൻ നേരത്തെ കള്ളം പറഞ്ഞിട്ടുണ്ട്, ഇവന് തന്നെ അറിയാം. അപ്പൊ ഇവൻ പറയുന്നത് ഇവന് തന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് അവൻ ആണയിട്ട് പറയാണ്. അപ്പൊ വിശ്വസിക്കുമല്ലോ. നമ്മൾ വിശ്വാസമില്ലാത്ത വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂം ആണെന്ന് വിചാരിച്ചോ, 27 പേരുള്ള ഒരു ക്ലാസ് റൂം. ഇവിടെ പാസ്റ്റർ മോനിക്കുട്ടനും ഞാനും ഒന്നിച്ച് പഠിക്കുന്ന ക്ലാസ്മേറ്റ്സ് ആണെന്ന് വിചാരിച്ചോ കുറച്ച് നേരത്തേക്ക്. ഓക്കെ, അപ്പോ ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായെന്ന് വിചാരിച്ചോ. അത്രയും വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ എന്തിനാ വഴക്കുണ്ടായെന്ന് ചോദിക്കുന്നു. ഞാൻ പറയുന്നു ഈ പുള്ളി എപ്പോഴും എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാണ്. ചുമ്മാ എക്സാമ്പിൾ പറയുന്നുണ്ട്, ആരും ഒന്നും വിചാരിക്കല്ലേ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരൊന്നുമല്ല. അപ്പൊ പറയും ആണോ, പറയും അല്ല സാറേ, ഞാനൊരു അക്ഷരം പോലും മിണ്ടിയില്ല. സത്യം പറ. ഇനി ഇതുപോലൊരു തമാശ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ തമ്മിൽ അടിയുണ്ടായി. എന്തിനാ അടിയുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നെ തടിയാന്ന് വിളിച്ചു. 9ാം ക്ലാസ് പഠിക്കും. ഞാൻ അവനെ പൊക്കിയെടുത്ത് നിരത്തോട്ടിട്ടു. ക്ലാസ്സിൽ സാർ വന്നപ്പോൾ ആരോ കംപ്ലൈന്റ് ചെയ്തു, ഇവിടെ ചെയ്സോ അവനെ തമ്മിൽ അടിയാണ്. സാറ് പറഞ്ഞു നേരെ ഹെഡ് മാസ്റ്റർ എടുത്തിട്ട് വിട്ടു. ഞാൻ ഭയങ്കര സത്യസന്ധനാണ്. അത് ഹെഡ് മാസ്റ്റർക്ക് അറിയാം ഞാനൊരു കുഴപ്പത്തിൽ വരുന്ന ആദ്യമായിട്ടാ. ഇതുവരെ ഹെഡ് മാസ്റ്റർ റൂമിൽ പോകേണ്ടി വന്നിട്ടില്ല 9ാം ക്ലാസ് വരെ. അപ്പൊ പുള്ളിക്ക് എന്നെ ഭയങ്കര വിശ്വാസം. അപ്പൊ ദൂരെ നിന്ന് പുള്ളി കണ്ടു ഞാൻ ഒരാളോട്ട് ഇരുന്നുണ്ട്. അപ്പൊ പുള്ളി വിചാരിച്ച അയാൾ പ്രതിയായോണ്ട് ഞാൻ എന്തോ കേസുമായിട്ട് ഇരുന്നേക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാ പ്രതി എന്ന് പറഞ്ഞു. അപ്പൊ നിൽക്കാൻ പറഞ്ഞു. വന്നു കഴിഞ്ഞ് ഞങ്ങളോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പോഴത്തേനും ഞങ്ങൾ തമ്മിൽ ഒത്തായിരുന്നു. നീ എന്നെ തടിയാന്ന് വിളിച്ചിട്ടുമില്ല, ഞാൻ നിന്നെ നിരത്തിൽ അടിച്ചിട്ടുമില്ല. ഞാൻ സാറിന് പറഞ്ഞു സാറേ ഒന്നും സംഭവിച്ചിരുന്നു. സാർ പറഞ്ഞു ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ പരാതി പറഞ്ഞ് ഇവിടെ വരെ നിങ്ങൾ വരില്ലല്ലോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആണയിട്ട് പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ട് ആണിടൽ വന്നതെന്നറിയാവോ? പുള്ളിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ. അത് കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു ശരി, എനിക്ക് നിങ്ങൾ പറയുന്ന വിശ്വാസമില്ല, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പോയി നിങ്ങളുടെ ക്ലാസ്സിലെ മോണിറ്റർ ലീഡറെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. അപ്പൊ ഇവൻ എന്റെ കൂടെ ഒന്നും ചാടിപ്പോയി. അവൻ പോകുന്ന വഴിക്ക് അവനെ ഭീഷണിപ്പെടുത്തി, മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞില്ലെങ്കിൽ അല്ല ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് തട്ട് കിട്ടുന്നു പറഞ്ഞു. അവൻ പേടിച്ച് പാവം ഇവിടെ വന്നപ്പോ സാറ് ചോദിച്ചു ഇവര് തന്നെ വഴക്കുണ്ടായടാ. ഇല്ല എന്ന് പറഞ്ഞു. അവൻ പറയുന്ന ഉവ്വ ഇല്ല ഇല്ല ആയിരുന്നു. അത് സാറിന് ഭയങ്കര വിശ്വാസമായിരുന്നു. ഞാൻ ഒക്കെ പൊക്കണം പറഞ്ഞു. കാരണം എന്താ പറയുക, അത് ഉവ്വെന്ന് അവൻ പറഞ്ഞാൽ അത് ഉവ്വായിരുന്നു, ഇല്ലെന്ന് അവൻ പറഞ്ഞാൽ ഇല്ല എന്നായിരുന്നു. ഞാനും അങ്ങനെ ആയിരുന്നു. പക്ഷെ അവിടെ ഞാൻ അവിശ്വസ്തമായ ഒരു സാഹചര്യത്തിൽ എന്നെ കണ്ടുമുട്ടി. അതോടെ എൻ്റെ കപ്പാസിറ്റി പോയി. ഇനി ഞാൻ പറഞ്ഞ പുള്ളി വിശ്വസിച്ചു. ഇപ്പൊ പിന്നെയും വിശ്വാസം ഉണ്ടായി, കാരണം ഞാൻ കള്ളത്തരം പറഞ്ഞെങ്കിലും മനസ്സിലായില്ലല്ലോ. അവനും കള്ളം പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ കർത്താവ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വാക്ക് ഉവ്വെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പറയണം അവൻ ഉവ്വെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി കൂടുതൽ ചോദിക്കണ്ട, അത് അങ്ങനെ ആയിരിക്കുള്ളൂ. ഇതാണ് ഉവ്വെന്ന്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സത്യമാണോടാ എന്ന് ചോദിക്കേണ്ടി വന്നാൽ അതിനർത്ഥം നമ്മുടെ വിറ്റ്നസ് പോയി. ഇങ്ങനെയൊക്കെ കർത്താവ് നമ്മളോട് പറഞ്ഞു. ആണയിടല്ലേ, ആണയിടുന്ന ദുഷ്ടന്മാരാണ് എന്നൊക്കെ പറഞ്ഞു. 1:30 നിർത്താന്ന് പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കർത്താവ് ആണയിട്ട് കളഞ്ഞു. അതാണ് എനിക്ക് ഒട്ടും മനസ്സിലാത്തത്. നമ്മളോട് ആണയിടരുതെന്ന് പറഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? ആണയാൽ നമുക്ക് ഉറപ്പ് തന്നു. അതെന്തിനാണ് ഇട്ടെന്നറിയോ? കർത്താവ് പറഞ്ഞതിൽ മനുഷ്യന് ഏറ്റവും വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യം സുവിശേഷമായിരുന്നു. അത് യെശയ്യാവ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞ ആര് വിശ്വസിക്കും? ആര് ഞങ്ങൾക്കായിട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് ആര് വിശ്വസിക്കാനാ? അപ്പൊ പറയുന്നത് കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും ഗ്രഹിക്കാതെയും അങ്ങനെ അവരെ ഹൃദയത്തെ തടിപ്പിച്ച്
അങ്ങനെ അടച്ചു കളയാനാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര കട്ടിയാണ്, ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ സിറ്റുവേഷൻ. അതായത് നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കി, സ്വർഗവും ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച ദൈവം ഒരു മനുഷ്യനായി ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഒരു ക്രൂശ് മരത്തിൽ പോയി മരിച്ച് അവിടുന്ന് പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിൽ പോയി എന്റെ പാവങ്ങളെല്ലാം എന്നേക്കായിട്ട് ക്ഷമിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തലയ്ക്കകത്ത് എന്തെങ്കിലും ഉള്ളവന് ഭ്രാന്ത് പിടിക്കും. അത്ര അവിശ്വസനീയമാണ് ഇത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയോ, നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ദൈവം ഒരാണ അങ്ങോട്ടിട്ടു. ദൈവം ഒരു കാര്യം ആണയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റമില്ല. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് അതൊരു ആണയുടെ പേരിലാണ് ഉറയ്ക്കുന്നത്. മനസ്സിലായോ? ഈ ഒരു വാഗ്ദത്തം എബ്രഹാമിന് ലഭിച്ച പോലെ തന്നെ എബ്രഹാമിന് അത് ആണയാൽ എങ്ങനെ സ്ഥിരപ്പെടുത്തിയോ അതുപോലെ തന്നെ നമുക്ക് ആണയാൽ സ്ഥിരപ്പെടുത്തപ്പെട്ട ഒരു വാഗ്ദത്തമുണ്ട്. അടുത്ത വാക്യം വായിച്ച്. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറവാൻ കഴിയാത്തതുമായ രണ്ടു കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ഓക്കെ, മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം നമ്മൾ പ്രാപിക്കും. അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ നമ്മൾ പിടിക്കുന്നത്. അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രത്യാശ വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രത്യാശ പിടിക്കാൻ നമുക്ക് മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ആണയോടുകൂടിയ ഒരു ഉറപ്പ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ എന്നറിയോ? അടുത്ത വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. ആത്മാവ് ഒരു നങ്കൂരം ഇട്ടതുപോലെ ഈ പ്രത്യാശയിൽ ഉറച്ചിരിക്കുക. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആത്മാവ് ഉണ്ടെന്നുള്ളതിന് ലക്ഷണം എന്താണ്? ആത്മാവ് ഏത് നങ്കൂരമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? അന്യഭാഷ എന്ന നങ്കൂരമായിട്ടല്ല. പിന്നെയോ പ്രത്യാശ എന്ന നങ്കൂരവുമായിട്ടാണ് ആത്മാവ് കണക്ട് ആയിരിക്കുന്നത്. എനിക്ക് പ്രത്യാശ ഉണ്ടോ? ആ പ്രത്യാശ നമുക്ക് ആത്മാവിനൊരു നങ്കൂരം തന്നെ, നിശ്ചയവും സ്ഥിരവും തിരശീലക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. രണ്ട് കാര്യങ്ങൾ എന്താ നിങ്ങൾ ചോദിക്കാൻ പോലെ? അവിടേക്ക് കർത്താവ് മഹാപുരോഹിതനായി എന്നേക്കും ആയി പ്രവേശിച്ചിരിക്കുന്നു, തിരശീലയ്ക്ക് അപ്പുറത്തേക്ക്. അവിടെയാണ് ഈ നങ്കൂരം, അവിടെയാണ് രണ്ട് കാര്യങ്ങൾ, അവിടെയാണ് ആണ ഇരിക്കുന്നത്. എന്താണ് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ? ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മുടെ പ്രത്യാശ ഇരിക്കുന്നത്, ആ നങ്കൂരം ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മഹാപുരോഹിതൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം നമുക്ക് വേണ്ടി ഒരു യാഗം അർപ്പിക്കുക എന്നുള്ളതാണ്. മഹാപുരോഹിതൻ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമോ? എബ്രായ ലേഖനം 4:13 മുതൽ വായിക്കണം. നമ്മളത് കൂടുതലായിട്ട് ഈവനിങ്ങിൽ കാണാം. രണ്ടാമത്തെ കാര്യം എന്താണ്? 7:25. അതും കൂടെ വായിച്ചു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. രണ്ട് കാര്യങ്ങളാണ് പുരോഹിതൻ ചെയ്യുന്നത് തിരശീലയ്ക്ക് അപ്പുറത്ത്. ഒന്ന്, അവൻ നമുക്ക് വേണ്ടി ഒരു നിത്യമായ യാഗം കഴിച്ചു. മറ്റൊന്ന്, അവൻ ഇപ്പോഴും നമുക്ക് വേണ്ടി അവിടെ പിതാവിനോട് യാചിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിൽ എന്റെ പേര് പറഞ്ഞ് പിതാവിനോട് കർത്താവ് യാചിച്ചുകൊണ്ടിരിക്കും. അവനെ കൈവിടല് കേട്ടോ. പിതാവ് നീ പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, അങ്ങനെ പറയോ? ഇല്ല. അതാണ് നമ്മുടെ നങ്കൂരം. ഈ മഹാപുരോഹിതൻ നമുക്ക് തിരശീലയ്ക്ക് അപ്പുറത്ത് നമുക്കായി നിൽക്കുന്നു എന്നുള്ളതാണ് ആത്മാവിന്റെ നങ്കൂരം. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇത്? അപ്പൊ നമ്മുടെ കാര്യം നോക്കിയാൽ ഒന്നും തോന്നിയില്ലെങ്കിലും ഈ കർത്താവിന്റെ വാഗ്ദത്തം ഉണ്ടല്ലോ, അവൻ നമുക്ക് പകരം നിത്യമായ ഒരു യാഗം കഴിച്ചു. അവൻ നമ്മുടെ പുരോഹിതനായിരിക്കുന്നു. അതുകൊണ്ട് ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.